ശ്രീ റെജി ചെറിയാൻ, അങ്ങേക്ക് 4 മിനിറ്റ്. സർ, 2026-27 ബഡ്ജറ്റിനോടനുബന്ധിച്ചുള്ള ധനാഭ്യർത്ഥനകളെ ഞാൻ പിന്താങ്ങുന്നു. സർ, കുട്ടനാടിൻ്റെ ജനപ്രതിനിധി എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് സംഭരിക്കുന്ന നെല്ലിൻ്റെ വില സമയബന്ധിതമായി കൊടുക്കും എന്ന ഉറപ്പാണ്. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം കുട്ടനാട്ടിലെ കർഷകർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് പോലും അവർ സംഭരിച്ച നെല്ലിൻ്റെ വിലയ്ക്ക് വേണ്ടി നെല്ല് പാടത്ത് കിടന്ന് മഴ പെയ്ത് നനയുന്ന നെല്ല് എടുക്കുവാൻ വേണ്ടി റോഡിലിരുന്ന് കരയുകയും പൈസ കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുകയും ചെയ്ത ഒരു കാലമായിരുന്നു. അവർക്ക് ഏറ്റവും പ്രധാനം അവരുടെ ഈ കൃഷിക്കാർക്ക് സ്കൂളുകളുമൊക്കെ തുറന്നു കഴിയുമ്പോൾ ആ കുടുംബത്തിന് ഏറ്റവും ആവശ്യം ആ മക്കളെയൊക്കെ സ്കൂളിൽ വിടുവാനും അതിനുള്ള ചെലവിനും ഒക്കെ ഈ പൈസ കിട്ടുക എന്നുള്ളതാണ്. അതിനാൽ ഈ സർക്കാർ ഈ ബഡ്ജറ്റിൽ സംഭരിക്കുന്ന നെല്ലിൻ്റെ വില കൊടുക്കും എന്ന് പറഞ്ഞത് വളരെ സന്തോഷം നൽകുന്നു. അതേപോലെ തന്നെ ഫാം ടൂറിസം, വൈവിധ്യമാർന്ന കൃഷിയും കൃഷി രീതിയുമുള്ള നമ്മുടെ സംസ്ഥാനത്ത് ഫാം ടൂറിസം കർഷകനെ സംബന്ധിച്ചിടത്തോളം വളരെ ഉപയോഗപ്രദവും വളരെ അധികം ആൾക്കാർക്ക് ജോലി കിട്ടുവാനുള്ള സാഹചര്യവും ഉണ്ടാക്കുന്നു. സർ, നമ്മുടെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഈ പുതുക്കിയ ബഡ്ജറ്റിൽ 325.36 കോടി രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വ്യവസായത്തിന് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും ടൂറിസം മേഖലയ്ക്കും ലഭ്യമാക്കുമെന്നത് ടൂറിസം രംഗത്ത് വളരെ വലിയ മാറ്റത്തിന് വഴിതെളിക്കും. അത് വലിയൊരു വികസനത്തിന് വഴിവെക്കുകയും ചെയ്യും. സർ, കാലങ്ങളായി ആലപ്പുഴയിലെത്തുന്ന നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും നല്ലൊരു ടൂറിസം സ്ഥലമാണ് ആലപ്പുഴ. കായൽ ടൂറിസത്തിനും ബാക്ക് വാട്ടർ ആയതുകൊണ്ട് അവിടെ വരുന്ന ആൾക്കാർ ഒരു ദിവസം കായൽ കണ്ട് ആസ്വദിച്ചതിന് ശേഷം അവർക്ക് വേറെ ഒരു സ്ഥലം സന്ദർശിക്കുവാൻ ഇല്ലാത്ത അവസ്ഥ, അടുത്ത ഒരു ദിവസം കൂടി അല്ലെങ്കിൽ പിന്നെ 1-2 ദിവസം പിന്നെയും താമസിക്കുവാനുള്ള സൗകര്യം ഇല്ലാത്ത ഒരു ടൂറിസം സ്ഥലമായി ആലപ്പുഴ മാറിയിരുന്നു. എന്നാൽ ഈ ബഡ്ജറ്റിൽ മെഗാ ടൂറിസം സർക്യൂട്ട് നടപ്പാക്കുന്നതിലൂടെ കൂടുതൽ ദിവസം ടൂറിസ്റ്റുകൾക്ക് ആലപ്പുഴയിൽ തങ്ങുന്നതിനും ടൂറിസം രംഗത്ത് നല്ലൊരു വികസനം ഉണ്ടാക്കുന്നതിനും ഈ ബഡ്ജറ്റിൽ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സർ, അതേപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലമായി ഹൗസ് ബോട്ട് ടൂറിസം അവിടെ നടക്കുമ്പോൾ മാലിന്യ സംസ്കരണം നാളുകളായി കാലങ്ങളായി പറയുന്നുണ്ട്. ആലപ്പുഴയിലെ ഈ ഹൗസ് ബോട്ടുകളുടെ മാലിന്യം സംസ്കരിക്കുവാൻ സർക്കാർ തലത്തിലൊരു ഇടപെടൽ ഉണ്ടാവണമെന്ന്. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിലെങ്ങും അതിന് സാധിച്ചിട്ടുള്ളതല്ല. ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് മാലിന്യം സംസ്കരിക്കുവാനുള്ള പ്ലാന്റ് എത്രയും വേഗം നടപ്പാക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് വളരെ വലിയ ഒരു മാറ്റത്തിന് ആലപ്പുഴയിൽ കാരണമാകും. സർ, കേരളത്തിൻ്റെ നട്ടെല്ലാണ് പ്രവാസി നിക്ഷേപം എന്നത് പ്രവാസികൾക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒന്നാണ്. അങ്ങയുടെ സമയം കഴിഞ്ഞു. റെമിറ്റൻസ് എക്കണോമി എന്ന നിലയിൽ നിന്നും ഇൻവെസ്റ്റ്മെൻറ്റ് എക്കണോമി എന്ന് മാറുമ്പോൾ എല്ലാ പ്രവാസിക്കും അത് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഈ ബഡ്ജറ്റിൽ പ്രതിപാദിച്ചിരിക്കുന്ന എല്ലാ ധനാഭ്യർത്ഥനകളെയും ഞാൻ പിന്താങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓക്കെ.